അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. ഖൈറുൽ കലാമി കലാമുല്ലാഹ് വ ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ വലാല വ കുല്ലു വലാലത്തിൻ ഫിന്നാർ. ഈ ഹദീസ് ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹുൽ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാകുന്നു. വചനങ്ങളിൽ ഏറ്റവും നല്ല വചനം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനാകുന്നു. മാർഗദർശനങ്ങളിൽ ഏറ്റവും നല്ല മാർഗദർശനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാകുന്നു. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതിയതായി ഉണ്ടാക്കുന്നവയാകുന്നു. പുതിയതായി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും വിദഗ്ധത്തുമാകുന്നു. എല്ലാ വിദഗ്ധത്തും വഴികേടുമാകുന്നു. എല്ലാ വഴികേടും നരകത്തിലുമാകുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വചനങ്ങളാകുന്നു. ഇതിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ഖുർആൻ സത്യസന്ധവും ഉന്നതവും പൂർണ്ണവുമാകുന്നു. ഏറ്റവും നല്ല മാർഗദർശനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാകുന്നു. അവിടുന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു. പ്രവാചകന്റെ ജീവിത രീതിയും ആരാധനാരീതികളും മനുഷ്യരാശിക്ക് മുഴുവനുള്ള മാർഗദർശനമാകുന്നു. ഇസ്ലാമിൽ ആരാധനയിലും മതപരമായ കാര്യങ്ങളിലും പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വിലക്കപ്പെട്ടതാണ്. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാനും വൻ പാപങ്ങളിലേക്കും അതിലൂടെ നരകത്തിലേക്കും പ്രവേശിക്കാൻ. അതുകൊണ്ട് മതകാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് മാത്രമേ നാം പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 3-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു: ഇന്ന് നാം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നമ്മുടെ അനുഗ്രഹം നാം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളും ഈ ആദർശങ്ങൾ മറന്നുകളയുകയാണ് ചെയ്യുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ വല്ലതും പറഞ്ഞാൽ അത് മതപരമായ കാര്യങ്ങളായി ഇവർ സ്വീകരിക്കുന്നു. ഇതിന് മതത്തിൻ്റെ പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ഇവർ അന്വേഷിക്കാറില്ല. പൂർവ്വ സമുദായങ്ങൾ അവരിലെ പുരോഹിതന്മാർക്ക് മതപരമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ അധികാരം നൽകിയെങ്കിൽ മുസ്ലിം സമുദായം അവരിലെ മതപണ്ഡിതന്മാർക്കും ഈ അവകാശം വകവെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഖത്തനാർ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേദവാക്യമാണെങ്കിൽ മുസ്ലിയാക്കന്മാരും തങ്ങളും പറയുന്നത് മുസ്ലിമിന് മതവുമാണ് എന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് ഖുർആനിലോ ഹദീസിലോ നിർദ്ദേശിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഒരു വലിയ വിഭാഗം മതപരമായ പുണ്യകർമ്മങ്ങൾ എന്ന പേരിൽ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. മതം അനുവദിച്ചിട്ടില്ലാത്ത നമസ്കാരം, നോമ്പ്, ദിക്റുകൾ, സ്വലാത്ത്, ദുആ എന്നീ കാര്യങ്ങൾ ഇവർ പുണ്യകർമ്മങ്ങളായി അനുഷ്ഠിച്ചു പോരുന്നു. ഇതിൽപ്പെട്ട ഒരു ബിദ്അത്താണ് മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവർ ബദരീങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക ചരിത്രത്തിൽ നിന്നോ അല്ല എന്നതാണ്. ഇവർ തന്നെ പറയുന്നത് ഇവർ ബദരീങ്ങളെ പറ്റി മനസ്സിലാക്കിയത് ഓരോ വർഷവും നടക്കുന്ന ആണ്ട് നേർച്ചകളിൽ നിന്നാണ് എന്നാണ്. പിന്നെ പിതാവിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും അതോടെ ബദരീങ്ങളുടെ പേരുകൾ ചേർത്ത് വെച്ച് ഒരു പുസ്തകമുണ്ടാക്കുകയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പ്രയാസപ്പെടുന്ന സമൂഹത്തിന് സമാധാനം ലഭിക്കുവാൻ വേണ്ടി ഇവർ ഇത് പള്ളികളിലും വീടുകളിലും വെച്ച് ആത്മീയ സദസ്സുണ്ടാക്കാനും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാനും ഉപദേശിക്കുകയുമാണ് ചെയ്തത്. ഇതിലൂടെ 2 വർഷം കൊണ്ട് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് 5000 സദസ്സുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത്. മജ്ലിസുന്നൂറിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ഇവർ ചൊല്ലുന്ന പ്രാർത്ഥനകളൊന്നും പരിശുദ്ധ ഖുർആനോ പ്രവാചകനോ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഇവർ ദുഃഖവും വിഷമവും വരുമ്പോൾ ചൊല്ലാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എല്ലാ ബലാഹും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബന എന്നാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബിൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശ്. ബുഖാരിയും ഇതൊരു ഹദീസാകുന്നു. മജ്ലിസുന്നൂറിലൂടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ദണ്ണം വസൂരിയും മറന്നു രോഗമടങ്കലും
ബദരീങ്ങളെ ബർക്കത്തിനാൽ ഷിഫയാക്കണം യാ റബ്ബന എന്നാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹബൽ ബഅസി ഇശ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുആദിറു സഖമ എന്നാണ്. ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, എൻ്റെ വിഷമങ്ങൾ നീ മാറ്റി തരണമേ, എനിക്ക് നീ സുഖം നൽകണമേ. നീയല്ലാതെ സുഖപ്പെടുത്തുന്നവനില്ല, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. എൻ്റെ രോഗം അല്പം പോലും അവശേഷിക്കാതെ നീ എന്നെ സുഖപ്പെടുത്തണമേ. ഇത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാകുന്നു. മജ്ലിസുൻ നൂറിലൂടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അല്ലൽ മികന്റെ കടത്തിലകപ്പെട്ടോർ അസ്മാഹുരത്താൽ കടം വീടും എന്നോവർ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബദരീങ്ങളുടെ പേരുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവരുടെ കടം വീടുമെന്നാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ അറാമിക വഅനിനി മിൻ ഫളിലിക അമൻ സിവാക എന്നാണ്. അല്ലാഹുവേ, അനുവദനീയമായതുകൊണ്ട് നീ എനിക്ക് മതി വരുത്തണമേ, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്നും എന്നെ നീ ധന്യനാക്കണേ എന്നാണ്. ഇത് തിർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാകുന്നു. മജ്ലിസുൻ നൂറിലൂടെ മരണമാസന്നമായ ആൾക്ക് ചൊല്ലിക്കൊടുക്കാൻ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന ദാഹമൊത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഹീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരണ സമയത്ത് ദാഹം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ പിശാചിന്റെ ഷർറുണ്ടാകാതിരിക്കാൻ ബദരീങ്ങളുടെ സഹായം നൽകണേ എന്നാണ് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ കാന ആഖിറുൽ കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് മരണം ആസന്നമായ ആളുടെ അടുത്ത് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണമെന്നാണ്. ഇത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹുൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാകുന്നു. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 110-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു, കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജതു ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പണ്ഡിത വേഷം കെട്ടി വയറിൻ്റെയും കീശയുടെയും വികസനം മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇതിന് പിന്നിലുണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ മഹത്തായ ആദർശമാണ് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് ജീവിക്കുന്നവരോടൊപ്പം അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.